ഞാൻ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയില്ല അന്ന് ഞങ്ങൾ ആ ഗെയിമിന്റെ ടാസ്കിൽ എങ്ങനെയാണോ സിജോടെ വേണമെങ്കിൽ ഡയലോഗ് ഞാൻ പറയാം. സിജോ അന്ന് ആ സമയത്ത് ഒരു ലിറ്റം വീഡിയോ ചെയ്യാൻ പറയാം. ഒറ്റ ഡയലോഗിന്റെ കാട്ടില്ല. മോനെ ജാസ്മിനെ സിജോ ഉണ്ടല്ലോ, സിജോ ഇവിടെ വെറുതെ അല്ല, സിജോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാട്ടുതീയായിട്ടാണ്. അത് സിജോ കത്തിച്ച് 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 താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒന്ന് റിക്വസ്റ്റ് ആട്ടോ, ഇങ്ങനെ ആർക്കെങ്കിലും രസകരമായ ടാസ്കുകൾ കൊടുക്കുന്നത് നിങ്ങൾക്കൊന്ന് പോകുന്നതിന് മുമ്പ് പറയാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. സിജോ ചേർന്നും നിങ്ങൾ ചേച്ചിക്കും ഇവരുടെ ഓരോരുത്തരെയും വിഷസ്, ബോസ് ടീമിന്റെ ഓരോരുത്തരെയും വിഷസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇവരുടെ ഹെഡ് അല്ലേ? സിജോ അറിയ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് കണ്ട ആൾക്കാരല്ല, പുറത്ത് വെച്ച് പരിചയപ്പെട്ടു. വളരെ അടുത്ത ആൾക്കാരാണ്. ഒരുപാട് സ്നേഹവും ഒരുപാട് ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണ് സിജോ. അപ്പൊ സിജോ കൂടുതൽ എന്ത് പറയാനാ, സിജോ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിജോയ്ക്കില്ല. ഇറ്റ്സ് എ വെരി ഹംബിൾ ആൻഡ് ട്രൂ ഹ്യൂമൻ ബീയിങ്. സിജോയ്ക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഇല്ല, ആ ശരിക്കും നല്ല മൈക്കാണ്. ബാക്കി നമ്മളെ മൈക്ക് ഇല്ലാത്തപ്പോഴേ പറ്റി പറയും. ഓക്കെ, എനിക്ക് കൂടുതൽ പറയാനില്ല. അടുത്ത അടുത്തതായി നന്ദന സംസാരിക്കുന്നതായിരിക്കും. ഗബ്രി സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. സിജോ ഞങ്ങൾ ആദ്യം കണ്ട സമയത്ത് ഞാൻ അതിൻ്റെ അകത്ത് അവരുടെ കാര്യം പറഞ്ഞു, സോറി, അതിൻ്റെ അകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരാളായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് പോയതുകൊണ്ട് നമ്മൾ ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. പുറത്തിറങ്ങി ഞാനും സിജോ ആദ്യത്തുള്ള സമയത്ത് ഒരു ദിവസം കിച്ചണിൽ വെച്ച് ഞാൻ ചെന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് സിജോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അകത്ത് എത്ര അടിയാണെങ്കിലും വളരെ ഇഷ്ടമാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് വളരെ കുറച്ച് പേരിലുള്ള ഒരാൾ മെയിനായിട്ട് സിജോ ആണ്. എപ്പോൾ എറണാകുളത്ത് വന്നാലും വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കാണാറുണ്ട്, പുറത്ത് പോകാറുണ്ട്. ഞാനും സായും സിജോവും അർജുനും ഒക്കെ കൂടി കൂടുമ്പോൾ ഒരു വൈബ് ഭയങ്കര രസമാണ്. ആ കാര്യത്തിൽ ഈസ് വെരി അമേസിങ്. കാരണം അകത്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒന്നും മനസ്സിലാക്കിയാൽ എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനും അവരുടെ പരിപാടി നന്നായിട്ടുണ്ട്. പിന്നെ ലിമിയുടെ കാര്യം സിജോ പറയാറുണ്ട്. വെരി ഗുഡ് കപ്പിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. 5-5 വർഷം പ്രേമിച്ച് പിന്നെ കല്യാണത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ഫെയറിയായിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു അവസരത്തിൽ മെനി കൺഗ്രാജുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. ഹാവ് എ വെരി ഹാപ്പി മാരേജ് ലൈഫ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ജാസ്മിന്റെ വക ഗബ്രിക്ക് അടുത്ത ടാസ്ക് ഉണ്ട്. ഗബ്രി ഒരു റൊമാൻറ്റിക് സോങ് നമുക്ക് രണ്ടുപേർക്കും പാടി കൊടുക്കുമെന്ന്. അത് സാരമില്ല, നമുക്ക് അത്ര വലിയ ടെമ്പോ എന്നുള്ള പാട്ടൊന്നും വേണ്ട. ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പൊ എന്തായാലും ഗബ്രി ചേട്ടൻ പാടി പിടിച്ച ജാസ്മിൻ ചേച്ചി വേദിയിൽ അനൗൺസ് ചെയ്യാൻ പറഞ്ഞിട്ട് മോശം. സൂപ്പറായിട്ട് പാടുന്നതാണ്.
മുഖങ്ങൾ കൂടെയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ആർക്കും യാതൊരുവിധ ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ല. ഇവരെ എല്ലാവരെയും നിങ്ങൾക്ക് നന്നായി അറിയാം. വളരെ സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും. വളരെ സന്തോഷം. ഒരുപാട് തിരക്കുകളിൽ പ്രത്യേകിച്ച് വെഡിങ് സീസൺ കൂടിയാണ്. ഓടി നടന്ന കല്യാണം കൂടാണ് അല്ലേ ചോദിച്ചാൽ. എന്നാലും എല്ലാ തിരക്കുകളിടയിൽ നിന്നും ഓടി കൃത്യസമയത്ത് അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് ഒത്തിരി സന്തോഷം. മോസ്റ്റ് വെൽക്കം എവരിവൺ ഫോർ ദിസ് സ്പെഷ്യൽ സ്റ്റേജ്. ഇവർക്ക് രണ്ടുപേരും കൈ കൊടുക്കാമോ? കുറച്ച് പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരെ ഓരോരുത്തരായിട്ട് പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ബാക്കി നിൽപ്പുണ്ട്. ഇവരുടെ സമക്ഷത്തിൽ പറയണമെന്നല്ലേ ആഗ്രഹം. ഓക്കെ, അപ്പൊ ലിന ചേച്ചിയുടെ ഒരു 5 ക്വാളിറ്റീസ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു 5 ക്വാളിറ്റീസ് ഉറക്കെ പറഞ്ഞോളൂ. ഞാൻ ലിനുവായിട്ട് പ്രേമിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5.5 വർഷമായി. അപ്പോൾ ലിനുവിന്റെ 5 ക്വാളിറ്റി ഒന്നുമില്ല, 3 ക്വാളിറ്റീസ് ഉള്ളതാണ്. അപ്പോ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ലിനുവിന്റെ കെയറിംഗ് ആണ്. ലിനുവിന്റെ കെയറിംഗ് സാധാരണ നമ്മള് ആണുങ്ങളാണല്ലോ പെണ്ണുങ്ങളെ കെയർ ചെയ്യുന്നതാണല്ലോ പറയാം. കെയറിംഗ് ഏട്ടായെന്നല്ലേ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കെയറിംഗ് പെൺകുട്ടിയാണ്. അതെ അതെ, ഞാൻ ഇവിടെ പോയാലും എവിടെ എത്തി, എപ്പോൾ തിരിച്ചെത്തും, എന്ത് കഴിച്ചു, എല്ലാം ചോദിക്കാറുണ്ട്. നിങ്ങൾ എവിടാ ആരൊക്കെയുണ്ട് കൂടെ ചോദിക്കാറൊക്കെ ഉണ്ട്. ദീപം പിന്നെ ഭയങ്കര കെയറിംഗ് ആണ്, ഭയങ്കര ലവബിളാണ്. അതെ അതെ, ഭയങ്കര റൊമാൻറ്റിക് ആണ്. അതെ, നിന്റെ കത്തി സഹിക്കുന്ന ആളാണോ? ആണോ? അതെ, നല്ല കേൾവിക്കാരിയാണ്. ലിസണറാണ് അല്ലേ? സന്തോഷം. അല്ല, ഇങ്ങനത്തെ റൊമാൻറ്റിക് എന്താണെന്നറിയാമോ? എങ്ങനെ റൊമാൻറ്റിക് ആണ് നിങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ. സിജോ റൊമാൻറ്റിക് ആണെങ്കിൽ ഒരു പാട്ട് വെച്ച് കൊടുക്കണം. പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡാൻസ് കളിക്കും. അങ്ങനെയാണ് റൊമാൻറ്റിക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ ആക്ടിംഗ് അല്ല വേണ്ടത്, നമുക്ക് ജീവിച്ച് കാണിച്ചു തരാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ ഫിറോസിക്കൂടെ പറഞ്ഞ കൊള്ളായിരുന്നു. നമ്മുടെ ഫിറോസിക്കൂടെ എവിടെയെങ്കിലും ആ ഓക്കെ. എന്താ കുട്ടികൾ ഭയങ്കര കുരുത്തക്കാരുള്ള കുട്ടികളാണ്. നമുക്കത് ഇവരെ അടങ്ങിയിരിക്കുന്ന ഈ സൈഡിൽ തുടങ്ങാണ്. ചേച്ചി ശ്രീലേഖ ചേച്ചിയാണ് അടുത്തതായിട്ട് നമുക്കൊരു ഒഫീഷ്യൽ വിഷ് തരാൻ പോകുന്നത്. സിജോയുടെ മാമമാരും രണ്ടാളും ഹാപ്പി മാരീഡ് വിഷസ്. സിജോ, ഞാൻ മനസ്സിലാക്കിയ സിജോ ഒരുപാട് ജീവിതത്തെക്കുറിച്ച് പ്ലാനിങ്ങുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതിനേക്കാൾ പ്ലാനിങ്ങുകൾ കൃത്യമായി അടുത്ത് നിന്ന് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കൂടെ നിൽക്കാൻ പറ്റിയൊരു പാർട്ട്ണറാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. യു ആർ സോ ലക്കി രണ്ടുപേരും. അപ്പോൾ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ ഒന്നിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കൈപിടിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം. അത് സ്വന്തം പാർട്ട്ണറാവുന്നത് മറ്റൊരു ഭാഗ്യം. ആ ഭാഗ്യം കിട്ടിയ രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം ഈ ഒരു ചടങ്ങ് ഇതൊരു വാഗ്ദാനമാണ്. എൻഗേജ്മെന്റ് വിവാഹത്തിലേക്കുള്ള ഒരു വാഗ്ദാനം, ഒന്നിച്ചൊരു ജീവിതത്തിലേക്കുള്ള വാഗ്ദാനം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇതിൽ കൂടാൻ പറ്റിയത് ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ബിഗ് ബോസിൽ വന്നതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ എവിടെയോ ഉള്ള അത്രയും അധികം കണ്ടസ്റ്റൻസ് ഇവിടെ ഒന്നിച്ച് ചേർന്നു. ഇപ്പം ഞങ്ങളെ കാണാൻ നിങ്ങളെല്ലാവരും നിൽക്കുന്നു, ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നു, സംസാരിക്കാൻ പറ്റുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ദൈവം തന്ന ഭാഗ്യങ്ങളാണ്. ആ ഭാഗ്യം എൻജോയ് ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം തന്നെ ഓണാശംസകൾ. ഒപ്പം നമ്മുടെ ഈ രണ്ട് കപ്പിൾസ് രണ്ടുപേർക്കും ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയുന്നു, ആയുരാരോഗ്യ സൗഖ്യവും ഒപ്പം ദീർഘനാളുകൾ വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചി ഓണം കോസ്റ്റ്യൂമിൽ വന്നത് കാരണം ഓണം വിഷു കൂടെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നിഷാൻ. ബിഗ് ബോസിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് പറയാനാണ്. എന്നെ എങ്ങനെയാണ് അനിയൻ
അപ്പോൾ അടുത്തതായിട്ട് ഡെയ്സി ചേച്ചിയാണ് ആശംസ അർപ്പിക്കുന്നത്. എന്നൊക്കെ ഇവരുടെ ഈ ഒരു സെഷനൊക്കെ കവർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫി ഡെയ്സി ചേച്ചിയുടെ ടീമാണ്. മാരേജ് ഫോട്ടോഗ്രാഫിയാണ്. ഇത് പറഞ്ഞു പറയിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ചേച്ചിയായിരിക്കും അടുത്ത ആശംസ പറയുന്നത്. ഞാനും സിജോ മാത്രമേ ഒരു പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളൂ. ബട്ട് വി ആർ ഫ്രണ്ട്സ് സോ നമ്മൾ അങ്ങനെ അത്ര പെട്ടെന്ന് കണക്ട് ആയ ആൾക്കാരാണ് രണ്ടുപേരും. അപ്പൊ എനിക്ക് വേറെ പറയാനില്ല. സോ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു ചേച്ചി. അപ്പോൾ അടുത്തതായിട്ട് ആശംസ നൽകുന്നത് ദിയ ചേച്ചിയാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും ആദ്യം തന്നെ വിഷസ് അറിയിക്കുകയാണ് ലിനോനും സിജോയ്ക്കും എല്ലാവരും ആശംസകളും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് സിജോ. എനിക്ക് ഇവിടെ സിജോയെക്കാളും ഈ ഇടത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭയങ്കര ഫാനായിട്ടുള്ള ഒരാളുണ്ട്, സിജോയുടെ അച്ഛൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജോയുടെ അച്ഛന്. അപ്പോൾ സോ എനിക്കിത് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. സിജോയുടെ അമ്മ, സിജോയുടെ അച്ഛൻ ഭയങ്കര വെരി കെയർഫുൾ ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു ഫാമിലിയാണ്. അത് ലിനുവിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു മോൻ്റെ അടുത്ത് ഒരു പാരന്റിനെ ഭയങ്കരമായിട്ട് കണ്ടു. എല്ലാ പാരൻസിനെയും നമ്മൾ ബിഗ് ബോസിൽ കണ്ടു. പക്ഷെ എനിക്കെന്ത് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ട് വന്നത് സിജോയുടെ ഫാമിലിയാണ്. സോ എല്ലാവിധ ആശംസകളും. ഇവരുടെ ജീവിതം മുന്നോട്ട് ഭയങ്കര സക്സസ് ആയിട്ട് നല്ല ബ്ലെസ്സിങ് ആയിട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു ലിനി. താങ്ക് യു സിജോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ റസ്മിൻ ആണ്. ഹലോ. അപ്പോൾ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു മുതലിനെയാണ് എൻ്റെ ജീവിതം അവിടെ മൊത്തം സഹിക്കാൻ പോകുന്നത്. മോശം ഓക്കെ അങ്ങനെയല്ല, ആള് വൈബാണ്, അടിപൊളിയാണ്. മോശം അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പിന്നെ സിറ്റുവേഷൻ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദരനാണ്, സുമുഖനാണ്, അത്യാവശ്യം നല്ല അയ്യില്ല അത് പറയില്ല. പിന്നെ അടിപൊളി എത്തിയിട്ട് പറയണം. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ലൈഫ് അടിപൊളിയായിരിക്കും. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു റസ്മിൻ. നമ്മുടെ ആർട്ടിസ്റ്റ് സുധീർ സാറിവിടെ എത്തിയിട്ടുണ്ട്. സുധീർ സാറിന്റെ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ പ്രിയങ്കരിയായ അപ്സര ചേച്ചിയാണ് ആശംസകൾ അറിയിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം BB6-ലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് സിജോ ചേട്ടൻ. കാരണം എല്ലാവർക്കും അറിയാം BB-യിൽ ഉണ്ടായിരുന്ന സമയത്തും അവിടെ ഈ ഗ്രൂപ്പ് നമ്മൾ ടീം ബേസ് ആയിരുന്നു അവിടെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ടീം ബെസ്റ്റാണ്. അപ്പോൾ ടീം ബെസ്റ്റിൽ ഉണ്ടായിരുന്ന സിജോ ചേട്ടൻ, ഞാൻ, ഗബ്രി, അർജുൻ ആ ഒരു കോമ്പയാണ്. അതുകൊണ്ട് ലിനോനോട് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം പണികളൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട കക്കാൻ അറിയാം, ക്യാരറ്റ് നോക്കി അച്ചാറിടാൻ അറിയാം, പിന്നെ കക്കൂസ്, പിന്നെ ഓറഞ്ച് ഉണ്ടാക്കാൻ അറിയാം, കത്തോട് ക്ലീൻ ചെയ്യാൻ അറിയാം. അത്യാവശ്യം പണി കൊടുത്തിട്ടുണ്ട്. പിന്നെ സിജോ ചേട്ടനോട് ഞാൻ ആദ്യം പരിചയപ്പെട്ടപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണക്ഷനുള്ളതൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് ഫസ്റ്റ് പറഞ്ഞ മറുപടി എന്നറിയോ, എനിക്ക് അങ്ങനൊരു ഇഷ്ടമുണ്ട്, പക്ഷെ അവളെല്ലാം ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ലൈക്ക് ഞാനിപ്പോൾ ബിഗ് ബോസിൽ എത്തിപ്പെടാനും ഞാനൊരു വ്യക്തിയെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഫസ്റ്റ് എൻ്റെ മനസ്സിലുള്ള ആളാണ് അവള്. അപ്പോൾ അതെൻ്റെ നമ്പറാണോ ആരാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ആ കുട്ടിയായിരിക്കും എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞു. ആ കുട്ടിയെ നമ്മൾ കാണുന്നത് ബിഗ് ബോസിൽ ഇറങ്ങിയ ശേഷമാണ്. അപ്പോൾ ആ കുട്ടിയെ തന്നെ ലൈഫ് പാർട്ട്ണർ ആക്കിയതിന് ഒരുപാട് സന്തോഷം. കാരണം സിജോ ചേട്ടൻ ഞങ്ങളുടെ സ്വന്തം ബ്രദർ പോലെയാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രദർ അത്രയും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന, അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരാളെ കൂടെ വേണം നോക്കാൻ. അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ കല്യാണത്തിന് അടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് വർഷം അടിച്ചു കൊടുത്ത് ഫിറോസിക അടുത്തതായിട്ട് ആശംസ
യെസ് സിജു